കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ തദ്ദേശഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം സംസ്ഥാനത്തെ ചിത്രം മാറുകയാണ്. നാളിതുവരെ ബി ജെ പിയെ സംബന്ധിച്ച് പറഞ്ഞിരുന്നത് അവർ ഭരണ സംഘത്ത് വരുന്നവരല്ല, അവർ എത്ര വോട്ട് പിടിച്ചാലും ഭരിക്കാൻ പറ്റുകയില്ല, ഒരു അബദ്ധത്തിനൊരു നിയമത്തുകാർക്കൊക്കെ പറ്റിയ ഒരു കയ്യബദ്ധം കൊണ്ട് നിയമത്ത് കിട്ടി, സുരേഷ് ഗോപി എന്ന് പറഞ്ഞ വ്യക്തിയോട് തോന്നിയിട്ടുള്ള ഒരു താല്പര്യം കൊണ്ട് ഒരു കയ്യബദ്ധം പോലെ സുരേഷ് ഗോപിക്ക് അവിടെ തൃശ്ശൂർ കിട്ടി എന്നൊക്കെ പറഞ്ഞ് നിന്നിടത്തുനിന്ന് മാറി തിരുവനന്തപുരം കോർപ്പറേഷൻ ഭരിക്കുന്ന നിലയിൽ ബി ജെ പി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ യു ഡി എഫിനെ എഴുതിത്തള്ളിയിരുന്ന യു ഡി എഫ് വരില്ല, ഇനി മൂന്നാം മുന്നണി മാത്രമേ വരൂ, മൂന്നാം തവണയും സി പി എം തന്നെ വരുമെന്ന് പറഞ്ഞിടത്ത് നിന്ന് കൃത്യമായി യു ഡി എഫ് അവരുടെ അപ്പർ ഹാൻഡ് കൊണ്ടുവരാൻ കഴിഞ്ഞു. അപ്പോൾ ഒരു വശത്ത് പഞ്ചായത്ത് രാജ് സ്ഥാപനത്തിൻ്റെ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ രണ്ട് സൂചകങ്ങളാണ് കേരളത്തിൽ നൽകുന്നത്. ഒന്ന്, യു ഡി എഫിന് കേരളത്തിൽ വലിയൊരു അപ്പർ ഹാൻഡ് കിട്ടി, തിരുവനന്തപുരത്ത് ബി ജെ പിക്ക് വലിയൊരു റോള് കിട്ടി. തിരുവനന്തപുരത്ത് കിട്ടിയ റോളുകൾ ചെറിയ റോളല്ല. കാരണം നേമം, വട്ടിയൂർക്കാവ്, കഴക്കൂട്ടം, തിരുവനന്തപുരം സെൻട്രൽ, ഈ 4 മണ്ഡലങ്ങൾ ഡയറക്റ്റായിട്ട് തിരുവനന്തപുരം കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നതാണ്. അവിടെ 50ഓളം സ്ഥാനാർത്ഥികൾ ജയിച്ചിരിക്കുന്നത് ബി ജെ പിയുടേതാണ്. ബി ജെ പി ജയിച്ച സ്ഥാനാർത്ഥികളെ നരേന്ദ്രമോദി വിളിച്ച് ഡൽഹിയിലേക്ക് വിളിക്കുകയും രാജ്യം മുഴുവൻ അവർക്ക് സ്വീകരണം കൊടുക്കുകയും റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം കൊടുക്കുകയും അതിനുശേഷം ഡൽഹിയിൽ പോയതിനു ശേഷം ആ കൗൺസിലർമാരെ പല സംസ്ഥാനങ്ങളിൽ അയച്ച് കാര്യങ്ങൾ പഠിക്കാനും അതിനെ തുടർന്ന് കേരളത്തിൽ വന്ന് വലിയ ബഡ്ജറ്റുകളും പരിപാടികളും വരുന്ന ദിവസങ്ങളിൽ പ്രഖ്യാപനങ്ങളൊക്കെ നടത്താൻ വേണ്ടി സ്വാഭാവികമായിട്ടും കോർപ്പറേഷൻ തയ്യാറെടുക്കുന്നുണ്ട്. ആ തയ്യാറെടുപ്പ് തീർച്ചയായിട്ടും ഈ 4 മണ്ഡലങ്ങളെ സ്വാധീനിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖരൻ്റെ നേമം, വി മുരളീധരൻ്റെ കഴക്കൂട്ടം, അതുപോലെ വട്ടിയൂർക്കാവിലുള്ള മത്സരിക്കുന്ന ശ്രീലേഖയായാലും കൃഷ്ണകുമാറായാലും പി കെ കൃഷ്ണദാസിൻ്റെ കാട്ടാക്കട, ഇങ്ങനെ ഒരു 3 തിരുവനന്തപുരം സെൻട്രൽ കരമന ജയൻ മത്സരിക്കുന്നു തോന്നുന്ന ബി ജെ പിക്ക് വരുന്ന തിരുവനന്തപുരം സെൻട്രൽ, ഇങ്ങനെ 3-4 മണ്ഡലങ്ങളിൽ വലിയ സ്വാധീനമുണ്ടാക്കാൻ സാധ്യതയുണ്ട്. ആ സ്വാധീനമുണ്ടാക്കുന്ന പോലെ തന്നെ ശബരിമല വിഷയം ആദ്യം സ്വർണ്ണക്കൊള്ളയായിരുന്നു. അതിങ്ങനെ തണുത്തും ഇങ്ങനെ ചൂടായും തണുത്തും കിടക്കുന്ന സമയത്താണ് ആഗോള അയ്യപ്പ സംഗമം കയറി വന്നു. അതും ഇങ്ങനെ വല്ലാതെ കോടതിയായിട്ട് കടിച്ചു കിടക്കുമ്പോഴാണ് കൂനിന്മേൽ കുരു പോലെ ഇടതുപക്ഷത്തിന് പുതിയൊരു പണി കിട്ടിയിരിക്കുന്നത്. അതെന്ത് പണിയെന്ന് ചോദിച്ചാൽ, ഏപ്രിൽ മാസം 22-നകം ഡേറ്റ് വെച്ചുകൊണ്ട് തന്നെ മാർച്ച് 7-നോ മറ്റോ തുടങ്ങി ഏപ്രിൽ 22-നകം കൃത്യം നിലപാടുകൾ അറിയിക്കാനും വാദം കേൾക്കാനും അതിൻ്റെ ഫൈനൽ വെർഡിക്റ്റ് വരാനുമുള്ള സാധ്യതയുണ്ട്. ഏപ്രിൽ 22-നകം ഫൈനൽ വെർഡിക്റ്റിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. ഇപ്പോഴാണ് ഇത് ആഗോള സംഗമം നടന്നപ്പോൾ ബി ജെ പിയെയും കോൺഗ്രസിനെയും ഓവർടേക്ക് ചെയ്തുകൊണ്ട് എൻ എസ് എസ് നേരിട്ട് സി പി എമ്മിന് പിന്തുണ പ്രഖ്യാപിച്ചെങ്കിൽ, സുകുമാരൻ നായർ പ്രഖ്യാപിച്ചെങ്കിൽ, ഇപ്പോഴിതാ കാര്യം കൊണ്ട് തിരിയുകയാണ്. ശബരിമല വിഷയത്തിൽ കേരള സർക്കാർ സ്ത്രീകളെ കയറ്റരുത് എന്നുള്ള അഫിഡവിറ്റ് കൊടുക്കണമെന്നാണ് എൻ എസ് എസിൻ്റെ ഡിമാൻഡ്. സ്ത്രീകളെ കയറ്റാമെന്നുള്ളതാണ് നേരത്തെ കൊടുത്തിരുന്നത്. കയറ്റാൻ അനുകൂലമായിട്ടാണ് പിണറായി വിജയൻ സംഘം നിന്ന് രഹ്ന ഫാത്തിമയും ബിന്ദു അമ്മിണിയൊക്കെ അവിടെ കയറ്റിയതും. രഹ്ന ഫാത്തിമയൊക്കെ അറിയില്ല, ബിന്ദു അമ്മിണി പാതിരാത്രിയൊക്കെ അതുവഴി ഓടിപ്പോവുകയൊക്കെ ചെയ്തത്. പക്ഷേ എന്തായാലും ഒരു കാര്യം വളരെ പ്രധാനമാണ്. ശബരിമല വിഷയം വീണ്ടും ഇതാ രംഗത്ത് വന്നിരിക്കുന്നു. ഈ രംഗത്ത് വന്നിരിക്കുന്ന ശബരിമല വിഷയം എങ്ങനെയാണ് തിരുവനന്തപുരത്തെയും കേരളത്തിലെയും ബി ജെ പിയെ സഹായിക്കുക, കോൺഗ്രസിനെ സഹായിക്കുക, യു ഡി എഫിനെ സഹായിക്കുക, എൽ ഡി എഫിനെ എന്തായാലും സഹായിക്കാൻ സാധ്യതയില്ല. കാരണം അവർ ഏത് നിലപാടെടുത്താലും അവർക്ക് കുരുക്ക് വരും. അവർ കോടതിയിൽ അനുകൂല അതായത് നേരത്തെ പറഞ്ഞതിന് അനുകൂലമായി സ്ത്രീകൾ കയറിക്കോട്ടെ എന്നുള്ള നിലപാടെടുത്താൽ ഇവിടുത്തെ പുരോഗമന ഇടതുപക്ഷ പ്രസ്ഥാനക്കാർ അവരെ കൈവയ്ക്കും. തിരിച്ച് കയറ്റണമെന്ന് പറഞ്ഞാൽ ആര് കൈവയ്ക്കും? വിശ്വാസികൾ കൈവയ്ക്കും. കയറ്റാനുള്ള നോട്ടാണ് കൊടുക്കുന്നതെങ്കിൽ, ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാമെന്നാണെങ്കിൽ എൻ എസ് എസ്, എസ് എൻ ഡി പി അടക്കമുള്ളവർ കൈവയ്ക്കും. കയറ്റണ്ട എന്നുള്ള നിലപാടെടുത്താൽ ഇടതുപക്ഷ ശ്രേണിയിലുള്ളവർ കൈവയ്ക്കും. എങ്കിലായാലും വലിയൊരു കുരുക്കിലാണ് ഇടതുപക്ഷം ചെന്നുപെട്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് ബി ജെ പിയുടെ സാന്നിധ്യവും വീണ്ടും ഒരു ഊർജം ബി ജെ പിക്ക് കിട്ടും. കാരണം ശബരിമല വിഷയത്തിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകാനും ഹിന്ദു സംഘടനകൾക്കും ഹിന്ദു ഐക്യവേദിക്കും വിശ്വ ഹിന്ദു പരിഷത്തിനും എൻ എസ് എസിനും എസ് എൻ ഡി പിക്കുമൊക്കെ സമാനമായി ഒന്നിക്കാൻ കഴിയുന്ന ഒരു ശബരിമല സ്ത്രീ വിഷയം വീണ്ടും കയറി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് സ്വാഭാവികമായിട്ടും തിരുവനന്തപുരത്തെയും കേരളത്തിലെയും തെരഞ്ഞെടുപ്പിനെ വലിയ തോതിലായിരിക്കും നിർണ്ണയിക്കപ്പെടുക. പ്രത്യേകിച്ച് തിരുവനന്തപുരത്ത് ഞാൻ പറഞ്ഞല്ലോ, തിരുവനന്തപുരത്ത് 2 ഘടകങ്ങൾ നിർണ്ണയിക്കപ്പെടും. ഒന്ന്, ബി ജെ പിക്ക് കിട്ടിയിരിക്കുന്ന കോർപ്പറേഷനിലെ തെരഞ്ഞെടുപ്പ്. കാരണം ഒരു 10, 40, 50 വാർഡ്, ഈ പറയുന്ന മണ്ഡലങ്ങളിലെയൊക്കെ 4 മണ്ഡലങ്ങളിലെയും വാർഡുകൾ തീർച്ചയായിട്ടും ഏതിലുള്ളതാണ്? നമ്മുടെ തിരുവനന്തപുരം നഗരസഭയ്ക്കുള്ളതാണ്. അവിടെ കൂടുതലും ജയിച്ചിരിക്കുന്നത് ബി ജെ പി കാൻഡിഡേറ്റ്സാണ്. അപ്പോൾ സ്വാഭാവികമായും അതിൻ്റെ ഒരു അപ്പർ ഹാൻഡ്, ഒരു അപ്പർ എഡ്ജ്
BJP നേടാൻ ശ്രമിക്കും. അത് ശ്രമിക്കുമ്പോൾ സ്ഥാനാർത്ഥികളെ കൊണ്ട് ഇപ്പോൾ പിന്നെ പ്രേംകുമാർ വരുമെന്ന് പറയുന്നു, മുരളീധരൻ വരുമെന്ന് പറയുന്നു, സ്ഥാനാർത്ഥികൾ ശബരിനാഥ് വരുമെന്ന് പറയുന്നു. അങ്ങനെ പല സ്ഥാനാർത്ഥികളെ കൊണ്ടും കോൺഗ്രസ് ഇത് മറികടക്കുമോ എന്നുള്ള കാര്യവും നമുക്ക് കാത്തിരുന്ന് കാണേണ്ടതാണ്. എന്ത് തന്നെയായിരുന്നാലും തിരുവനന്തപുരം തിരഞ്ഞെടുപ്പ് വളരെ വ്യത്യസ്തമായൊരു തിരഞ്ഞെടുപ്പായിരിക്കും. അതിൽ അതിനിർണായകമായൊരു സ്ഥാനത്ത് BJP ഉണ്ടായിരിക്കും. ഒരുപക്ഷെ അവർ സീറ്റുകൾ പിടിക്കുന്ന നിലയിലേക്ക് വരുമോ, അതോ അവർ സീറ്റുകൾ നിർണ്ണയിക്കുന്ന നിലയിലേക്ക്, ആര് ജയിക്കണമെന്ന് നിർണ്ണയിക്കുന്നിടത്ത് വരുമോ എന്നുള്ളത് പറയാനാകില്ല. പക്ഷേ എന്തായാലും നിർണായകമായൊരു സ്ഥാനത്തേക്ക് BJP വരും. അതിന് വളരെ വലിയ തോതിൽ അവരെ സഹായിക്കുന്നത് തിരുവനന്തപുരം കോർപ്പറേഷൻ തന്നെയായിരിക്കും. അങ്ങനെ അവർ നിൽക്കുന്ന സമയത്താണ് ഈ ശബരിമലയിലെ വിഷയം കൂടി ഇപ്പോൾ കയറി വന്നിരിക്കുന്നു. വരുന്ന ദിവസങ്ങളിലായിരിക്കും ഓരോ പാർട്ടികളും അതിൻ്റെ നിലപാടുകൾ പറയുന്നത്. ഇപ്പോൾ സുപ്രീം കോടതിയിൽ നിന്നൊരു വാദം കേട്ടു. വാദം കേട്ടിട്ട് ഒരു ടൈം ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ടുണ്ട്. 9 പേരുള്ള ഒരു കമ്മിറ്റി ഉണ്ടാക്കിയിട്ട്, ഒരു പാനൽ ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു ടൈം ഷെഡ്യൂൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് വച്ചുകൊണ്ട് ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്നുള്ളത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും വരുന്ന ദിവസങ്ങളിൽ നാം കാണുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ഞാനീ പറഞ്ഞ വളരെ വലിയ തോതിലുള്ള BJPയുടെ സാന്നിധ്യവും നഗരസഭ അവർ പിടിച്ചതിലുള്ള ആവേശവും അതിനനുസരിച്ച് അവർ നഗരസഭയിലെ വാർഡുകളെ മോൾഡ് ചെയ്യുകയും അത് എങ്ങനെ BJPക്ക് അനുകൂലമാക്കി മാറ്റാമെന്നുള്ള അവരുടെ തന്ത്രങ്ങളും ഭരണവിരുദ്ധ വികാരത്തെയും ശബരിമലയുടെ കാര്യങ്ങളെയും ഇപ്പോൾ നടക്കുന്ന PR വർക്കുകളെയും എല്ലാം ഓവർടേക്ക് ചെയ്തുകൊണ്ട് എങ്ങനെ UDFന് കയറിപ്പറ്റാം എന്നുള്ള നിലയിൽ UDFും നിലവിലുള്ള ഭരണത്തെ നിലനിർത്താൻ എന്തെല്ലാമാണ് ചെയ്യേണ്ടത് എന്നുള്ളതിലേക്ക് LDFും എത്തുന്ന അതിവിചിത്രമായ അതീവ ഗൗരവമുള്ള ഒരു തെരഞ്ഞെടുപ്പ്. ഒരുപക്ഷെ കേരളം രൂപപ്പെട്ടതിന് ശേഷം ഇത്രയും പ്രാധാന്യം വരുന്ന, ഇത്രയധികം 3 മുന്നണികൾക്കും ഒരുപോലെ സാധ്യതകൾ വരുന്ന, കാരണം BJPയുടെ സാധ്യത എന്ന് പറഞ്ഞാൽ BJP നാളെ ഭരണത്തിൽ വരുമെന്നല്ല, പക്ഷേ എങ്കിലും ആര് ഭരണത്തിൽ വരണം എന്ന് തീരുമാനിക്കുന്ന നിർണായകമായ പൊസിഷൻസ് എടുക്കാൻ കഴിയുന്ന 10-40 മണ്ഡലങ്ങളിലെങ്കിലും കൃത്യമായി ആര് ജയിക്കണമെന്ന് ഉറപ്പുവരുത്താൻ കഴിയുന്ന, അത് ഡിസൈഡ് ചെയ്യാൻ കഴിയുന്ന ഒരു ഡിസൈഡിങ് ഫാക്ടറായി BJP മാറുകയും 4-5 മണ്ഡലങ്ങളിലെങ്കിലും അവർ ജയിക്കുമെന്നാണ് കേൾക്കുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും BJPക്ക് ഒരു സ്പേസ് കിട്ടുന്ന അസംബ്ലി ആയിരിക്കും ഇനി വരാൻ പോകുന്നത്. അത് കേരള രാഷ്ട്രീയത്തിൻ്റെ മറ്റൊരു ചലനത്തിലേക്കായിരിക്കും പോകുന്നത്, മറ്റൊരു ചിന്തയിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇതിന് തുടക്കം കുറിക്കുന്നത് തിരുവനന്തപുരമായിരിക്കുമോ? അതാണ് നമ്മുടെ ചോദ്യം. കേരളത്തിലെ BJPയുടെ രഥയോട്ടത്തിനോ അല്ലെങ്കിൽ അവർ പറയുന്ന തേരോട്ടത്തിനോ ഒക്കെ സഹായമാകുന്നത് തിരുവനന്തപുരത്തെ ഈ പറയുന്ന 4-5 മണ്ഡലങ്ങളായിരിക്കുമോ? അതായിരിക്കാനുള്ള ഒരു രാസത്വരകമായി, കാറ്റലിസ്റ്റായി, അതിൻ്റെ സഹായക ഘടകമായി തിരുവനന്തപുരം കോർപ്പറേഷൻ മാറുമോ എന്നുള്ളതാണ് രാജ്യം ഉറ്റുനോക്കുന്നത്. അങ്ങനെ 12 വർഷങ്ങൾ കൊണ്ട് ഗുജറാത്തിലെ അഹമ്മദാബാദ് മുനിസിപ്പാലിറ്റിയിൽ ജയിച്ചിട്ട് 12 വർഷം കൊണ്ട് ഗുജറാത്ത് പിടിച്ചതുപോലെ അടുത്ത 10, 12, 15 വർഷം കൊണ്ട് 2-3 തിരഞ്ഞെടുപ്പ് കൊണ്ട് കേരളം പിടിക്കാം എന്നൊരു അജണ്ടയുമായിട്ടാണോ BJP നീങ്ങുന്നത്? നമുക്കെന്തായാലും അറിയില്ല. തിരുവനന്തപുരത്ത് നടക്കുന്ന അന്തർനാടകങ്ങൾ അല്ലെങ്കിൽ തിരുവനന്തപുരത്തുണ്ടാകുന്ന ചലനങ്ങൾ, പ്രത്യേകിച്ച് കോർപ്പറേഷൻ തിരഞ്ഞെടുപ്പിൽ BJP ജയിച്ചപ്പോൾ അവരുണ്ടാക്കിയെടുക്കുന്നൊരു ചലനം കേരള രാഷ്ട്രീയത്തെ മാറ്റി തീർക്കുമോ? എങ്ങനെയാണ് കേരള രാഷ്ട്രീയത്തിൽ എന്ത് മാറ്റമാണ് ഉണ്ടാക്കുക എന്ന് നമുക്കിനിയും വരുന്ന ദിവസങ്ങളിലും വരുന്ന മാസങ്ങളിലും വരും വർഷങ്ങളിലും കാണേണ്ടുന്ന അതിവിചിത്രമായ രസകരമായ രാഷ്ട്രീയ കാര്യങ്ങളാണ്.